റൂൾ 50 സഭാ നടപടികൾ നിർത്തിവെക്കുന്നതിനുള്ള ഉപക്ഷേപം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഷിഗല്ല ബാധിച്ച് 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മരണപ്പെട്ടതും നിപ്പ, എബോള, കുരങ്ങുപനി, മലേറിയ എന്നിവ പടർന്നു പിടിച്ച് മരണങ്ങൾ വ്യാപിക്കുന്നതും മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താത്തതിനാൽ പകർച്ചപ്പനി വ്യാപിക്കുന്നത് മൂലം പൊതുജനങ്ങളിൽ ഉളവായിട്ടുള്ള ആശങ്ക സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ശ്രീ PM മുഹമ്മദ് റിയാസ്, ശ്രീ GR അനിൽ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി. സർ, ഇവിടെ ബഹുമാനപ്പെട്ട ബേപ്പൂർ അംഗം ശ്രീ മുഹമ്മദ് റിയാസ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വിശദീകരണ കുറിപ്പിലെ അദ്ദേഹത്തിന് പറ്റിയൊരു പാളിച്ച ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് വിദേശത്ത് നിന്ന് വന്ന വനിതയ്ക്ക് എബോള സ്ഥിരീകരിച്ചത് ആരോഗ്യ വൃത്തങ്ങളിൽ ആശങ്ക പടർത്തിയിട്ടുണ്ട്. സാർ, അങ്ങയുടെ അറിവിലേക്കായി പറയുകയാണ്, ഇന്ത്യയിൽ ഒരിടത്തും എബോള സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു രോഗി സുഡാനിൽ നിന്ന് ഉഗാണ്ട വഴി കൊച്ചിയിലെത്തുകയും അവർക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് അവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുകയും സാമ്പിൾ പരിശോധിച്ചപ്പോൾ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫലം നെഗറ്റീവാണ് എന്ന് കണ്ടു. പക്ഷേ അതേ സമയത്ത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയ നിർദ്ദേശമനുസരിച്ച് ഇത് പൂനെ വൈറോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫൈനലായി ആ പരിശോധന കഴിഞ്ഞതിന് ശേഷം മാത്രമേ റിസൾട്ട് പുറത്തുവിടാവൂ എന്ന് ആവശ്യപ്പെടുകയും അതനുസരിച്ച് 19-ാം തീയതി രാത്രിയോടെ ആ ഫലം നെഗറ്റീവാണെന്ന് വരികയും ആ വ്യക്തിയെ ഹൗസ് ക്വാറന്റൈനിലേക്ക് അയക്കുകയും ചെയ്തു. അതുകൊണ്ട് എബോള ഇന്ത്യയിൽ ഒരിടത്തും സ്ഥിരീകരിച്ചിട്ടില്ല. അത് കേരളത്തിൽ സ്ഥിരീകരിച്ച് ആശങ്കയുണ്ടാക്കി എന്ന് പറയുന്നത് ശരിയല്ല എന്ന് ആമുഖമായിട്ട് പറയും. സാർ, സംസ്ഥാനത്ത് ഡെങ്കിപ്പനി, നിപ, ഷിഗല്ല, എലിപ്പനി, മലേറിയ, അമീബിക് മസ്തിഷ്കജ്വരം തുടങ്ങിയ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് പുതിയ ദിശാബോധവും ശക്തമായ ഏകോപന സംവിധാനവും ഒരുക്കിയിരിക്കുകയാണ്. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ശക്തിപ്പെടുത്തുക എന്നതാണ് സർക്കാരിൻ്റെ പ്രധാന സമീപനം. ഇതിനായി ആരോഗ്യവകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, ജലവിഭവ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് എന്നിവയുടെ സംയോജിത പ്രവർത്തനങ്ങൾ ഉറപ്പാക്കിയിരിക്കുകയാണ്. പകർച്ചവ്യാധി നിയന്ത്രണത്തിൻ്റെ ഭാഗമായി രോഗനിരീക്ഷണ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. നിപ പോലുള്ള ഗുരുതരമായ രോഗങ്ങളുടെ സാഹചര്യത്തിൽ രോഗിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി ഉയർന്ന അപകട സാധ്യതയുള്ളവരെ പ്രത്യേകം നിരീക്ഷിക്കുകയും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു. ജില്ലാ കൺട്രോൾ റൂമുകൾ മുഖേന പ്രതിദിന നിരീക്ഷണവും മാനസിക ആരോഗ്യ പിന്തുണയും ഉറപ്പാക്കുന്നു. രോഗവ്യാപനം ഉണ്ടാവാതിരിക്കാൻ ആശുപത്രി തലത്തിലും സമൂഹതലത്തിലും ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഡെങ്കിപ്പനി നിയന്ത്രണത്തിൻ്റെ പ്രധാന ഘടകമായി ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇതിനായി സംസ്ഥാന തലത്തിൽ ഡ്രൈ ഡേ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും വിദ്യാലയങ്ങളിലും, ശനിയാഴ്ച സർക്കാർ ഓഫീസുകളിലും, ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കുന്നതിനുള്ള കലണ്ടർ പുറത്തിറക്കിയിട്ടുണ്ട്. പൂച്ചട്ടികൾ, ഫ്രിഡ്ജിലെ ട്രേകൾ, ചിരട്ടകൾ, ഉപേക്ഷിക്കപ്പെട്ട പാത്രങ്ങൾ തുടങ്ങിയവയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒഴിവാക്കി കൊതുകുകളുടെ പ്രജനന കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നു. ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി കുടിവെള്ളത്തിൻ്റെയും ഭക്ഷ്യസുരക്ഷയുടെയും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. സാർ, സ്കൂളുകളിലെ ഉച്ചഭക്ഷണ കേന്ദ്രങ്ങൾ, കുടിവെള്ള സ്രോതസ്സുകൾ, ഹോട്ടലുകൾ, തട്ടുകടകൾ, കുപ്പിവെള്ള നിർമ്മാണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. സുരക്ഷിതമല്ലാത്ത ഭക്ഷണവും മലിനജലവും മൂലമുണ്ടാകുന്ന രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യവകുപ്പും
സംയുക്തമായി പരിശോധനകൾ നടത്തുന്നുണ്ട്. പകർച്ചവ്യാധി പ്രതിരോധം കൂടുതൽ ശാസ്ത്രീയവും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതുമാക്കുന്നതിനായി സർക്കാർ സ്വകാര്യ മേഖലയിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഉന്നതാധികാര സമിതി രൂപീകരിച്ചിട്ടുണ്ട്. രോഗവ്യാപനത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ പഠിക്കുക, പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക, ഓരോ രോഗത്തിൻ്റെയും കാലാവസ്ഥാപരമായ പ്രവണതകൾ ഉൾപ്പെടുത്തി എപ്പിഡമിക് കലണ്ടർ തയ്യാറാക്കുക തുടങ്ങിയവയാണ് സമിതിയുടെ പ്രധാന ചുമതലകൾ. സംസ്ഥാന ജില്ലാതലങ്ങളിൽ ഔട്ട്ബ്രേക്ക് മോണിറ്ററിംഗ് യൂണിറ്റുകളും ആക്ഷൻ കമ്മിറ്റികളും രൂപീകരിച്ച് രോഗനിരീക്ഷണവും പ്രതികരണ സംവിധാനവും കൂടുതൽ ശക്തിപ്പെടുത്തും. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ആരോഗ്യ അവബോധം വർദ്ധിപ്പിക്കുന്നതിനുമായി വ്യാപകമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. പനി, ചുമ, ജലദോഷം തുടങ്ങിയ ലക്ഷണങ്ങളുള്ളവർ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക, അസുഖങ്ങളുള്ള കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് അയക്കാതിരിക്കുക, വ്യക്തിശുചിത്വം പാലിക്കുക, പരിസര ശുചീകരണത്തിൽ പങ്കാളികളാകുക തുടങ്ങിയ സന്ദേശങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. സാർ, രോഗങ്ങൾ മറച്ചുവെച്ച് എല്ലാം ശരിയാണെന്ന് പറയുന്നതല്ല സാർ ഈ സർക്കാരിൻ്റെ സമീപനം. രോഗവിവരങ്ങൾ മറച്ചുവെക്കാതെ പരസ്യമായും ശാസ്ത്രീയമായും ജനങ്ങളുമായി പങ്കുവയ്ക്കുക എന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ ആരോഗ്യമേഖലയെ സമഗ്രമായി നവീകരിക്കുന്നതിന് കായകൽപ്പം എന്ന സംസ്ഥാനതല ജനസമ്പർക്ക പരിഷ്കരണ പരിപാടിക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. ആരോഗ്യ സ്ഥാപനങ്ങൾ നേരിടുന്ന അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ, ജീവനക്കാരുടെ കുറവ്, ചികിത്സാ ഉപകരണങ്ങളുടെ അഭാവം, സേവന നിലവാരവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ എന്നിവ നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് ജനങ്ങളുമായും ജനപ്രതിനിധികളുമായും ആരോഗ്യ പ്രവർത്തകരുമായും കൂടിക്കാഴ്ച നടത്തി പരാതികളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിച്ചു കഴിഞ്ഞു. കായകൽപ്പം പരിപാടിയുടെ ഭാഗമായി സർക്കാർ ആശുപത്രികളുടെയും കെട്ടിടങ്ങളുടെയും സുരക്ഷിതത്വവും പ്രവർത്തനക്ഷമതയും വിലയിരുത്തുന്നു. അപകടാവസ്ഥയിലെ കെട്ടിടങ്ങൾ കണ്ടെത്തി പരിഹാരം കാണുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുൻഗണന നൽകിയുമുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആശുപത്രികളിൽ രോഗികളെ നിലത്ത് കിടത്തേണ്ട സാഹചര്യം ഒഴിവാക്കുക, ആവശ്യമായ കിടക്കകളും ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കുക, ഉപകരണങ്ങളുടെ ലഭ്യത മെച്ചപ്പെടുത്തുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. സർ, ഇതിനു പുറമെ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഡോക്ടർമാർ, സ്പെഷ്യലിസ്റ്റുകൾ, നഴ്സുമാർ, സാങ്കേതിക ജീവനക്കാർ എന്നിവരുടെ ഒഴിവുകൾ കണ്ടെത്തി നികത്തുന്നതിനുള്ള അതും ഈ കായകൽപ്പത്തിൻ്റെ ഭാഗമാണ്. ജില്ലാതലത്തിലും നിയോജകമണ്ഡല തലത്തിലും സേവന വിടവുകൾ കണ്ടെത്തി ആവശ്യമായി പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നതിനും നിയമനങ്ങൾ നടത്തുന്നതിനും പദ്ധതി തയ്യാറാക്കുന്നു. പ്രത്യേകിച്ച് വിദഗ്ധ ഡോക്ടർമാരുടെ അഭാവം പരിഹരിക്കുന്നതിന് മുൻഗണന നൽകുന്നു. സർ, മരുന്നുകളുടെയും ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിനായി നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിച്ച് വിതരണ ശൃംഖല ശക്തിപ്പെടുത്താനുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട്. സർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജില്ലാ ആശുപത്രികൾ വരെയുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിച്ച് മെഡിക്കൽ കോളേജുകളിലെ അമിതഭാരം കുറയ്ക്കുന്നതിനുള്ള സമഗ്ര സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ മുൻകരുതൽ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. സാർ, ശ്രീ പി എ മുഹമ്മദ് റിയാസ്. സാർ, ഇങ്ങോട്ട് ഞാൻ വരുമ്പോൾ ഒരു ഷിഗല്ല മരണ വാർത്ത കേട്ടുകൊണ്ടാണ് സാർ വന്നത്. സാർ, ഒരു സർക്കാരിനെ വിലയിരുത്താൻ ഒരു 35 ദിവസം മതിയാകില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ ഒരു സർക്കാർ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ 35 ദിവസം ധാരാളമാണ് സാർ. ഇവിടെ ഇത്തരം പകർച്ചവ്യാധികൾ വരുന്നത് ഏതെങ്കിലും ഒരു മുന്നണി നയിക്കുന്ന സർക്കാർ ഭരിക്കുന്നത് കൊണ്ടാണെന്ന് കരുതുന്നവരല്ല ഞങ്ങൾ. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധി വരുന്നത് ഏതെങ്കിലും ഭരണാധികാരി ഭരിക്കുന്നത് കൊണ്ടാണെന്ന് കരുതുന്നവരല്ല സാർ ഞങ്ങൾ. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ കാഴ്ചപ്പാടല്ല ഞങ്ങളുടെ കാഴ്ചപ്പാട്. പകർച്ചവ്യാധി പകരാതിരിക്കാൻ സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് എന്തൊക്കെ ഇടപെടൽ നടത്താൻ വേണ്ടി സാധിക്കും ആ ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോവുക എന്നുള്ള ക്രിയാത്മക പ്രതിപക്ഷത്തിൻ്റെ ചുമതലയാണ് ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്, നിർവഹിക്കാൻ ഉദ്ദേശിച്ചിട്ടുമുള്ളത്. എന്നാൽ ചില ഗൗരവമേറിയ പ്രശ്നങ്ങൾ, സർക്കാർ തിരുത്തേണ്ട വിഷയങ്ങൾ, അടിയന്തരമായി തിരുത്തി മുന്നോട്ട് പോകേണ്ട പ്രശ്നങ്ങൾ, അത് ചൂണ്ടിക്കാട്ടുക ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് സാർ. ആരോഗ്യമേഖലയിലെ കേരള മോഡൽ ലോകമാകെ
അംഗീകരിച്ചതാണ്. എന്നാൽ ആ കേരള മോഡൽ UDF ഗവൺമെൻറ് കൈവിടുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഈ 35 ദിവസത്തെ ഇടപെടലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് അനുവദിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയാൻ ഞാൻ ആദ്യമേ ആഗ്രഹിക്കുകയാണ്. അത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, കേരളത്തിലെ 100% വരുന്ന ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ്. സർ, മെയ് 20, 2021 LDF ഗവൺമെൻറ് അധികാരമേറ്റപ്പോൾ കോവിഡ് കാലമായി. കോവിഡ് കാലം അധികാരമേറ്റ LDF സർക്കാരിൻ്റെ ആദ്യ മാസം ജീവൻ രക്ഷിക്കുവാനുള്ള പോരാട്ടത്തിൻ്റെതായിരുന്നു. സാർ, മെയ് 18, 2026 അധികാരത്തിൽ വന്ന UDF സർക്കാരിൻ്റെ ആദ്യ മാസം ഭരണപരമായ തർക്കങ്ങളുടെയും പ്രഖ്യാപനങ്ങളുടെയും ഭാഗമായി പലരുടെയും മാനം രക്ഷിക്കാനുള്ള മാസമായി മാറി എന്നുള്ളതൊരു വസ്തുതയാണ് സാർ. എന്തെല്ലാം പകർച്ചവ്യാധികളാണ് സാർ കേരളത്തിൽ ഈ മഴക്കാലത്ത് പെരുകുന്നത്. നിപ്പ, എബോള, എംപോക്സ്, ഷിഗല്ല, വെസ്റ്റ്നൽ, ഡെങ്കി, മലേറിയ, കോളറ, അമീബിക് മസ്തിഷ്ക ജ്വരം, കുരങ്ങുപനി എന്നിങ്ങനെ മാരക സ്വഭാവമുള്ള രോഗങ്ങൾ ഉൾപ്പെടെയാണ് കേരളത്തിൽ സ്ഥിരീകരിക്കപ്പെടുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി എബോളയെക്കുറിച്ച് പറഞ്ഞു. ഇനി മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ എബോളയുണ്ട് എന്ന് പറയുമോ എന്നുള്ളതാണ് എൻ്റെ ഭയം എന്നുള്ളത് ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. ഈ 35 ദിവസത്തെ അനുഭവം അതാണ് സാർ. സാർ, പകർച്ചവ്യാധികൾ കേരളത്തിൽ പടരുന്നതിൻ്റെ കാരണം അത് ആര് ഭരിക്കുന്നു എന്നുള്ളത് നോക്കിയല്ല, എന്നാൽ അവ തടയുന്നതിൽ സർക്കാരിൻ്റെ കാഴ്ചപ്പാട് എന്ത് എന്നുള്ളതാണ് സാർ പ്രധാന പ്രശ്നം. സാർ, സംസ്ഥാനത്ത് ജൂൺ 1 മുതൽ 19 വരെ 87 മരണം പകർച്ചവ്യാധികൾ ബാധിച്ച് ഉണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ്. ഷിഗല്ല 7 മരണം, 133 രോഗബാധിതർ. ഇൻഫ്ലുവൻസ 13 മരണം, 1350 രോഗബാധിതർ. വയറിളക്കം 5 മരണം, 58,031 രോഗബാധിതർ. മസ്തിഷ്ക ജ്വരം 4 മരണം, 14 രോഗബാധിതർ. മഞ്ഞപ്പിത്തം 4 മരണം, 469 രോഗബാധിതർ. ഡെങ്കിപ്പനി 11 മരണം, 1270 രോഗബാധിതർ. എലിപ്പനി 13 മരണം, 469 രോഗബാധിതർ. അമീബിക് മസ്തിഷ്ക ജ്വരം 3 മരണം, 13 രോഗബാധിതർ. പനി 2 മരണം, 2,19,988 രോഗബാധിതർ. ടൈഫസ് 1 മരണം, 40 രോഗബാധിതർ. ചിക്കൻ ബോക്സ് 1 മരണം, 1640 രോഗബാധിതർ. പേവിഷബാധ 2 മരണം. വെസ്റ്റിനൽ മരണമില്ല, 6 രോഗബാധിതർ. എംബോക്സ് മരണമില്ല, ഒരാൾക്ക് രോഗബാധ. സാർ, നിപ്പ മരണമില്ല, ഒരാൾ അത്യാസന്ന നിലയിലാണ്. സാർ, ഇവിടെ 2021 ഡിസംബർ 28 LDF ഭരണകാലത്ത് അന്നത്തെ വടകര MP കൂടിയായ ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസംഗം ഇങ്ങനെയായിരുന്നു സാർ. എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. നിപ്പ പോലെ ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ കേരളത്തിൽ ബാധിക്കുന്നു. വവ്വാലാണത്രേ അത് പരത്തുന്നത്. കെ കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ചപ്പോൾ നാട്ടിൽ വവ്വാൽ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ വവ്വാൽ രോഗം പരത്താൻ കാരണം ഭരിക്കുന്നവർ ശരിയല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഞങ്ങൾ ഈ കാഴ്ചപ്പാടുള്ളവരല്ല സാർ. വ്യക്തിപരമായി മന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ ഈ വിഷയത്തിൽ അധിക്ഷേപിക്കാൻ ഞങ്ങളില്ല. അത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരമല്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. സാർ, ഇങ്ങോട്ട് വരുമ്പോൾ ചിലർ ചൂണ്ടിക്കാട്ടിയത് തന്നെ ഒരാൾ ആവർത്തിച്ച് പറഞ്ഞു. അത് ഞങ്ങളുടെ നിലപാടല്ല, ആളുകൾ അങ്ങനെയും കരുതുന്നുണ്ട്. ഇന്നത്തെ ആരോഗ്യമന്ത്രിയുടെ അന്നത്തെ ആ പ്രസംഗം ഓർത്തുകൊണ്ടാണ് സാർ പറഞ്ഞത്. ഇത്ര ദീർഘവീക്ഷണമുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ഇതുപോലെ ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രസ്താവന നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ലോകത്തില്ല എന്നുള്ളതാണ് സാർ അവർ ചൂണ്ടിക്കാട്ടിയത്. അതിൻ്റെ ഭാഗമായി ദീർഘവീക്ഷണ സ്ത്രീ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് നൽകണമെന്നുള്ള അഭിപ്രായം പറഞ്ഞു സാർ. ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല, ആ കാഴ്ചപ്പാടിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. അങ്ങനെ മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കാൻ, ഈ വിഷയത്തിൽ അധിക്ഷേപിച്ചു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. സാർ, കഴിഞ്ഞ ഒരു മാസം കൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഏകോപന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സാർ? നിപ്പ പരിശോധന ഫലം കോഴിക്കോട് വന്ന ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു നിപ്പ പരിശോധന ഫലം കിട്ടിയിട്ടില്ല. ഉടനെ തന്നെ പരിശോധന ഫലം കിട്ടിയെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ പറഞ്ഞു സാർ. രോഗബാധിതന്റെ നില തൃപ്തികരമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു സാർ. രോഗബാധിതന് അത്യാസന്ന നിലയിലെന്ന് ജില്ലാ കലക്ടർ ഉടനെ പറയുകയാണ് സാർ. പാലക്കാട് കോളറ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി പറയുന്നു സാർ. മണിക്കൂറുകൾക്കകം DMO പറയുന്നു പാലക്കാട് കോളറ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന്. സാർ, ഒരു കണക്കിന് പാലക്കാട്ടുകാർക്ക് ഭാഗ്യമുണ്ട് സാർ, അവിടെ ഒരു DMO എങ്കിലും ഉണ്ടല്ലോ സാർ. കോഴിക്കോട് ഒരു DMO പോലും ഇല്ല സാർ. ഭരണകക്ഷിയിലെ പലരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനുള്ള തിരക്കിലാണ് സാർ.
ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്ങിലെ പഴയ 10 വർഷം മുമ്പുള്ള കൊയ്ത്തുകാലം തിരിച്ചു വരികയാണെന്നാണ് നാട്ടു സംസാരം സാർ. സാർ, ഇവിടെ DHS വിവാദം ഇങ്ങനെ കത്തി നിൽക്കുകയാണല്ലോ സാർ. കഴിഞ്ഞ ദിവസം DHSൽ കേരളം ഉണ്ടായതിനു ശേഷം ഇന്ന് വരെ കാണാത്ത കസേര യുദ്ധം കാണുകയായിരുന്നു സാർ. സാർ ഒരു സിനിമാ പ്രേമിയാണെന്ന് എനിക്കറിയാം. അയാൾ കഥ എഴുതുകയാണെന്ന് സിനിമ കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. മോഹൻലാലിൻ്റെ അയാൾ കഥ എഴുതുകയാണെങ്കിൽ ശ്രീനിവാസൻ തഹസിൽദാരായി ജോയിൻ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ തഹസിൽദാർ കസേരയിൽ നിന്നും ആ സിനിമയിലെ നായിക മാറിക്കൊടുക്കാത്ത രംഗമുണ്ട് സാർ. അതെ, ആ വിഷയമുണ്ട് സാർ. അതിന് സമാനമാണ് സാർ. ആ കസേരക്കളിക്ക് സമാനമാണ് സാർ DHS നടന്നത്. അതിന്റെ നഷ്ടമാർക്കാണ്. അതിന്റെ ഭാഗമായി ഇതിന്റെ ഭാഗമായുള്ള പ്രതിരോധ യോഗം നടത്താൻ സാധിക്കാതെ പോയി സാർ. അതാണ് പ്രശ്നം. അത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പകർച്ചവ്യാധി സംബന്ധിച്ച അതിനിർണായകമായ യോഗം ഇതിന്റെ ഭാഗമായി മാറ്റിവെക്കേണ്ടി വന്നു എന്നുള്ളത് നാണക്കേടല്ലേ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് വരികയാണ് സാർ. സാർ, പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ പോലും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും സർക്കാർ ഒളിച്ചോടുകയാണ്. നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോഴിക്കോട് ഉൾപ്പെടെ മലബാറിൽ 4 ജില്ലകളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരില്ല സാർ. ഇത് ഞാൻ പറയുമ്പോൾ കൈയടിക്കാൻ ട്രഷറി ബെഞ്ചിലുള്ള മലബാറിലെ MLA-മാർക്ക് മടിയുണ്ടെങ്കിലും അവരുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് കൈയടിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് സാർ. ഞാൻ ഉറപ്പായി കരുതുന്നു സാർ. കോഴിക്കോട് UDF-ലെ തമ്മിൽ തല്ല് കാരണം ഒരു മന്ത്രിയില്ല. എന്നാൽ ഒരു DMA എങ്കിലും കോഴിക്കോടിന് തന്നുകൂടെ സാർ? അത് സ്വാഭാവികമായിട്ട് ചോദിക്കുകയാണ്. 2.5 കൊല്ലം കഴിഞ്ഞാൽ ഒരു മന്ത്രിയെ കിട്ടുമെന്നാണ് വാർത്തകൾ. സാർ, ഇനി DMO-യെ കിട്ടാൻ 2.5 കൊല്ലം കാത്തിരിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് സാർ ഞങ്ങളുടെ ഭയം. ഇവിടെ PSC അഡ്വൈസ് ലഭിച്ച ഡോക്ടർമാരെ നിയമിക്കാതിരിക്കുന്ന നില വളരെ ഗൗരവമാണ് സാർ. ഇപ്പോൾ ഏറ്റവും അധികം ഡോക്ടർമാരെ നിയമിക്കണ്ടേ? ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാതിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സമീപനം സ്വീകരിക്കുന്നത്. സാർ, ഇത് കുറ്റകരമായ അനാസ്ഥയാണ് ഇക്കാര്യത്തിൽ സർക്കാർ കാണിക്കുന്നത്. സാർ, എന്താണ് ഇതിൻ്റെ പിന്നിലെ താല്പര്യം എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നുള്ളത് ചൂണ്ടിക്കാട്ടുകയാണ് സാർ. സാർ, മഴക്കാലത്തിന് മുമ്പ് സ്വീകരിക്കേണ്ട മുൻകരുതലുകളും ശുചീകരണ പ്രവർത്തനങ്ങളും കൃത്യമായി നടപ്പാക്കിയിരുന്നെങ്കിൽ ഇന്നത്തെ സ്ഥിതി ഇത്ര ഗുരുതരമാകുമായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയില്ല സാർ. ടീം UDF ആണല്ലോ. തദ്ദേശ വകുപ്പും ആരോഗ്യ വകുപ്പും പരസ്പരം പഴിയാരുന്ന എത്രയെത്ര വാർത്തകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു. കഴിഞ്ഞ കുറേ വർഷങ്ങളെ അപേക്ഷിച്ച് എലിപ്പനിയും ഡെങ്കിപ്പനിയും തിരുവനന്തപുരത്ത് വർദ്ധിച്ച സാഹചര്യമുണ്ടായി. വെള്ളക്കെട്ടുണ്ടായപ്പോൾ യാതൊരുവിധ പ്രതിരോധ പ്രവർത്തനങ്ങളും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് സാർ. ജില്ലാ ഭരണ സംവിധാനവും തദ്ദേശ വകുപ്പുമായും ആരോഗ്യ വകുപ്പിന് ഏകോപനമില്ലാത്ത പ്രശ്നം വരുന്നു സാർ. ഇതിൽ തദ്ദേശ വകുപ്പ് മന്ത്രിയെ ഞാൻ കുറ്റപ്പെടുത്തില്ല സാർ. അദ്ദേഹം ഈ സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ തന്നെ PM3 അറബിക്കടലിൽ എറിഞ്ഞതിന്റെ ക്ഷീണത്തിലാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് സാർ. ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ICU-വിൽ കിടന്ന ഒരു രോഗി കോവിഡ് ബാധിച്ച് മരിച്ചു. അതൊരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. തൊട്ടടുത്തുള്ള രോഗിക്ക് കോവിഡ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സാർ പ്രശ്നം. ഇത് പരിശോധിച്ചില്ല എന്നുള്ളതാണ് സാർ പ്രശ്നം. ഇത് ഗൗരവമല്ലേ? അത് ഗൗരവമായ വിഷയമായി നമ്മൾ കാണണം. സംസ്ഥാനത്തെ ഡെങ്കിപ്പനിയും എലിപ്പനിയും വ്യാപകമായിരിക്കുകയാണ്. ഇവ മൂലമുള്ള മരണങ്ങളും ധാരാളമായി സംഭവിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നിപ്പ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് 5-ാമത്തെ ദിവസമാണ് സാർ മരുന്ന് എത്തിക്കുന്നത്. 5-ാമത്തെ ദിവസം സാർ. ആ മരുന്ന് മറ്റൊരു രോഗത്തിന് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ പ്രതിരോധം സംസ്ഥാനത്ത് നേരത്തെ നടത്തിയിരുന്നെങ്കിൽ ഈ മരുന്ന് നേരത്തെ തന്നെ 10 ദിവസം മുമ്പ് വാങ്ങിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു സാർ. അതിന് യാതൊരുവിധ പരിശ്രമവും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഇവിടെ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചപ്പോഴാണ് സാർ ഈ മരുന്ന് എത്തിച്ചത്. കോഴിക്കോട് മുൻപ് നിപ്പ രോഗവ്യാപനം ഉണ്ടായപ്പോൾ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു. അത് സ്വാഭാവികമാണ് സാർ. ആരോഗ്യവകുപ്പിനും ജില്ലാ ഭരണ സംവിധാനങ്ങൾക്കും ഒപ്പം ചേർന്ന് നിന്ന് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജനപ്രതിനിധികൾ. എന്നാൽ ഇപ്പോൾ ജനപ്രതിനിധികളെ തടയുന്നതിന് പിന്നിൽ ഈ സർക്കാരിൻ്റെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യമുണ്ടോ? അത് പരിശോധിക്കണം. നിപ്പ വന്നത് പ്രതിപക്ഷ MLA-യുടെ മണ്ഡലമാണ് സാർ. അത് പൊതുവെ പരിശോധിക്കണം. ഇതിൽ ഭരണകക്ഷി MLA പ്രതിപക്ഷ MLA നോക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചല്ലേ സാർ പോകേണ്ടത്? പകർച്ചവ്യാധി മാത്രമല്ല, ഈ സർക്കാർ വന്നതിന് ശേഷം സർക്കാർ ആശുപത്രികളിൽ നടന്ന ചികിത്സാ പിഴവുകളുടെ കാര്യം കൂടി പറഞ്ഞ് പോകേണ്ടതുണ്ട് സാർ. ചികിത്സാ പിഴവുകളുടെയും അനാസ്ഥയുടെയും പരമ്പരയാണ് നടക്കുന്നത്. ജനം ആഗ്രഹിക്കുന്നതാണ് സാർ ഞാൻ പറയുന്നത്. അതിലാരും പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. കാലുവേദനയെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിനിയുടെ ഞരമ്പ് മുറിച്ചു മാറ്റുന്ന നിലയുണ്ടായി സാർ ഈ കേരളത്തിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന രോഗിയുടെ ശസ്ത്രക്രിയ കഴിഞ്ഞ് കാലിൽ പുഴുവരിച്ച സംഭവം ഉണ്ടായി സാർ ഈ കേരളത്തിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കൊല്ലം സ്വദേശി കട്ടിലിൽ നിന്ന് വീണ് മരിക്കുന്ന നില ഈ 35 ദിവസത്തിനുള്ളിൽ ഈ കേരളത്തിലുണ്ടായി സാർ. പാമ്പ് കടിയേറ്റ് രക്തം ഛർദ്ദിച്ച യുവതിക്ക് ചികിത്സ നിഷേധിക്കപ്പെട്ട സംഭവം,
നടന്നത് പൊന്നാനി താലൂക്ക് ആശുപത്രിയിലാണ് സാർ. ഇനി ഇതൊക്കെ പോട്ടെ സാർ, വിവിധ വകുപ്പുകളിലെ വിവിധ മന്ത്രിമാർ കാരണമാണ് ഏകോപനമില്ലാത്തത് എന്ന് നമ്മൾ കരുതണ്ട സാർ. ശബരിമല ഡ്യൂട്ടിക്ക് ഡോക്ടർമാരെ വേണമെന്ന് പറഞ്ഞ് ദേവസ്വം വകുപ്പ് ആരോഗ്യവകുപ്പിന് കത്തെഴുതി സാർ. ആരോഗ്യവകുപ്പ് തിരിച്ചു പറഞ്ഞു ഡോക്ടർമാരെ തരില്ല. ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയുടെ പേര് ശ്രീ കെ മുരളീധരനാണ് സാർ. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പേരും ശ്രീ കെ മുരളീധരനാണ് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് സാർ. അപ്പൊ മന്ത്രിമാർ വ്യത്യസ്തർ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതല്ല ഏകോപനത്തിന് പ്രശ്നം. ഒരു മന്ത്രി കൈകാര്യം ചെയ്യുന്ന വ്യത്യസ്ത വകുപ്പുകളിലും ഏകോപനമില്ല എന്നുള്ളത് തന്നെയാണ് സാർ ഇതിന്റെ പ്രശ്നം. സാർ, എന്തുകൊണ്ടാണ് സാർ ലോകം അംഗീകരിച്ച ആരോഗ്യ ജാഗ്രതാ കലണ്ടർ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഈ ജനുവരി 2026 പ്രകാശനം ചെയ്തു എന്ന ഒറ്റ വൈര നിരാധന ബുദ്ധിയുടെ ഭാഗമായി നടപ്പിലാക്കാതെ പോയത്? അത് ചർച്ച ചെയ്യപ്പെടുന്ന സാർ. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണ് സാർ? എന്തുകൊണ്ടാണ് 2026 ആരോഗ്യ ജാഗ്രതാ കലണ്ടർ പുറത്തിറക്കാത്ത പ്രശ്നം വന്നത് സാർ? അത് പിൻപറ്റിയിരുന്നെങ്കിൽ ഇതിൽ പലതും പരിഹരിക്കാൻ പറ്റില്ല സാർ. എന്തുകൊണ്ട് അത് ചെയ്തില്ല സാർ? മെയ് 19 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. മെയ് 19 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെ ഡ്രൈ ഡേ നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾ നടത്തേണ്ടിയിരുന്നില്ലേ സാർ? വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും വർഷങ്ങളായി ഡ്രൈ ഡേ ആചരിക്കുന്നത് മെയ് 19 അധികാരത്തിൽ വന്ന സർക്കാർ ഉടനെ ചെയ്യാതെ പോയത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് വരികയാണ് സാർ. ഇവിടെ വിഷയം കേരള മോഡൽ വിടപ്പെടുന്നു എന്നുള്ളതാണ് സാർ. ഇവിടെ വിഷയം രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ പങ്കാളികളാക്കുന്ന സമീപനം ഇല്ലാതായി എന്നുള്ളതാണ് സാർ. സാർ, ഇവിടെ വിഷയം ജനപ്രതിനിധികളെ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നുള്ളതാണ് സാർ. സാർ, ഇവിടെ വിഷയം രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഉദ്യോഗസ്ഥ കേന്ദ്രീകൃതമായി മാറി എന്നുള്ളതാണ് സാർ. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസിൽ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനുണ്ട്. അത് നിപ്പയേക്കാൾ മന്ത്രി ഭയക്കണമെന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അത് ഭരണകക്ഷി MLA മാർക്കും അറിയുന്ന കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. സാർ, ഡ്രൈ ഡേ പോലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എത്രയും വേഗത്തിൽ നടപ്പിലാക്കണം സാർ. ലഭ്യമായ കലണ്ടർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള ഇടപെടലുകൾ നടക്കണം സാർ. ഉദ്യോഗസ്ഥരെ മാത്രം ആശ്രയിച്ച് പ്രവർത്തിച്ചാൽ പോരാ, ജനപങ്കാളിത്തം അനിവാര്യമാണ് സാർ. നിപ്പ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ പോലും പ്രത്യേക ടീമുകളെ വെക്കാത്തത് ഗൗരവമായി പരിശോധിക്കണം സാർ. ട്രാൻസ്ഫറുകൾ ചട്ടപ്രകാരമാകണം സാർ. മെറിറ്റ് പാലിക്കപ്പെടണം സാർ. ഗൗരവമായി അതിനെ കാണണം സാർ. രോഗബാധിത പ്രദേശങ്ങളിൽ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർക്കാത്തത് മേലിൽ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം സാർ. ആവശ്യമായ മരുന്നുകളും പ്രതിരോധ സാമഗ്രികളും മുൻകൂട്ടി ശേഖരിക്കണം സാർ. വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനത്തിന്റെ അഭാവം പ്രകടമായത് മുഖ്യമന്ത്രി ഇടപെട്ട് പരിഹരിക്കാൻ ഇനിയെങ്കിലും തയ്യാറാകണം സാർ. ആരോഗ്യ വകുപ്പ്, തദ്ദേശ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ എന്നിവർക്കായി ഫലപ്രദമായ കോർഡിനേഷൻ ഉണ്ടാകണം സാർ. ഒരു കാര്യം കൂടി പറയാം സാർ. ഇവിടെ ട്രഷറി ബെഞ്ചിൽ 101 ആളുണ്ട് എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയത്തിൽ 35-101 നിയമസഭയിൽ വലുതാണെന്ന് തെളിയിക്കുന്ന നാളുകളാണ് ഇനി സഭയിൽ വരാൻ വേണ്ടി പോകുന്നത് സാർ. അതുകൊണ്ട് ഇത് ഗൗരവമേറിയ വിഷയമാണ്. ഇത് ഗൗരവമേറിയ വിഷയമായി കണ്ടുകൊണ്ട് പകർച്ചവ്യാധി നിയന്ത്രിക്കുന്നതിൽ ഈ സർക്കാർ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രി. സാർ, ഇവിടെ ഈ പറയുന്നത്ര യാതൊരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷവും കേരളത്തിലില്ല, ആരോഗ്യവകുപ്പിലും ഇല്ല. പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം എന്ന് പറയുന്നത്. എന്നാൽ ഈ സർക്കാർ വന്നതിന് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് ഉടനെ തന്നെ അന്വേഷിച്ച് അതിന് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിപ ആണ് ഇവിടെ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. സാർ, നിപ ബാധിച്ച് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ എത്ര പേര് കേരളത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് സാർ? ഈ സർക്കാരിൻ്റെ കാലത്ത് ഞാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ആകെ ഒരു കേസാണ് റിപ്പോർട്ട് ചെയ്തത്. ആ കേസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉടൻ തന്നെ അതിനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു. ഇതുവരെ ഒരാൾക്ക് മാത്രമാണ് സാർ പോസിറ്റീവായത്. സമ്പർക്ക പട്ടിക ഞങ്ങൾ തയ്യാറാക്കി, 104 പേരുടെ സമ്പർക്ക പട്ടിക. സാർ, ഈ രോഗിക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ ആദ്യം ശ്രീ റിയാസ് പറഞ്ഞു, മന്ത്രി ഒന്ന് പറഞ്ഞു, ഉദ്യോഗസ്ഥർ വേറെ പറഞ്ഞു. ചില ഉദ്യോഗസ്ഥന്മാർ ഭരണം മാറിയത് അറിയാതെ കഴിഞ്ഞ സർക്കാരിനോട് കൂറ് കാണിക്കുന്ന ചില പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അവരിന്ന് കസാല മാറ്റിയിരുത്തിയിട്ടേ ഉള്ളൂ സാർ. മറ്റൊരു കുഴപ്പമുണ്ടായിട്ടില്ല സാർ. ഈ നിപ രോഗിക്ക് ആദ്യ ദിവസം തന്നെ, കഴിഞ്ഞ 10-ാം തീയതിയാണ് രോഗി അഡ്മിറ്റാക്കുന്നത്. ആദ്യ ദിവസം തന്നെ ചികിത്സാ മരുന്നുകളായ മോണോക്ലോണൽ ആൻറ്റിബോഡി, അതും റിബവിറിനും, ഈ 2 മരുന്നുകൾ അന്ന് തന്നെ കൊടുത്തു.
പിന്നെയുള്ളത് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് റെംഡിസിവിർ എന്ന മരുന്നാണ്. അത് സാർ അങ്ങയുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്, അങ്ങ് മന്ത്രിയായ ആ മന്ത്രിസഭയുടെ കാലം തൊട്ട് ഈ മരുന്ന് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടില്ല സാർ. 24 മണിക്കൂറിനുള്ളിൽ 10-ാം തീയതി റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ ബഹറിൽ നിന്ന് ഡൽഹി വഴി ആ മരുന്ന് കണ്ണൂരെത്തിച്ച് അന്ന് രാത്രി തന്നെ രോഗിക്ക് ആദ്യ ഡോസ് കൊടുത്തു. ഇപ്പോൾ അദ്ദേഹം സത്യത്തിൽ ആ രോഗിയെ അവിടെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ 24 മണിക്കൂർ പോലും ആ രോഗി സർവൈവ് ചെയ്യില്ല എന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. ഏതായാലും ഇതുവരെയായിട്ട് കുഴപ്പം കൂടാതെ അദ്ദേഹം വെന്റിലേറ്ററിലാണ്. പക്ഷേ സ്ഥിതി ഗുരുതരമാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ വരുന്ന ആ സന്ദർഭത്തിനേക്കാൾ സ്ഥിതി കുറച്ചുകൂടെ ഭേദപ്പെട്ടിട്ടുണ്ട് എന്നാണ് കിട്ടിയിട്ടുള്ള വിവരം. പക്ഷേ എന്ന് വിചാരിച്ച് അത് സീരിയസ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു വ്യക്തിയിൽ മാത്രം ആ രോഗം ഒതുങ്ങി നിന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പരിശോധന നടത്തി എല്ലാവരും ഏതാണ്ട് 69ഓളം ടെസ്റ്റ് നടത്തി എല്ലാം നെഗറ്റീവാണ് സാർ. പിന്നെ എങ്ങനെയാണ് സാർ നിപ പടരുന്നതെന്ന് പറയുന്നത്? പിന്നെ മറ്റ് ബഹുമാനപ്പെട്ട പ്രമേയ അവതാരം പറഞ്ഞു ഒരു സത്യം അദ്ദേഹം പറഞ്ഞു നേരത്തെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു. ശരിയാണ് സാർ. സാധാരണ അങ്ങക്ക് അറിയാലോ, ഫെബ്രുവരി മാസം തൊട്ടല്ലേ സാർ ഇതിനെക്കുറിച്ചുള്ള മുൻകരുതലൊക്കെ തുടങ്ങേണ്ടത്. ഫെബ്രുവരിയിൽ ഞാനായിരുന്നു മന്ത്രി. ഫെബ്രുവരി മുതൽ ഒന്നും നടത്തിയില്ല സാർ. ഒരു രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തിയില്ല. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടത്തിയില്ല. ഇതെല്ലാം കഴിഞ്ഞ മെയ് മാസത്തിൽ ഞങ്ങളൊക്കെ ചാർജ് എടുത്തപ്പോഴാണ് ഈ രോഗം അപ്പോഴേക്കും വ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ആ വ്യാപനത്തിന് ഒരു പരിധി വരെ തടയാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് പ്രഖ്യാപിച്ച ഡ്രൈഡേ ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ മറുപടിയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹം നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു പ്രസംഗംകാരാണ് അതൊക്കെ എഴുതി വായിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് ചില ഉദ്യോഗസ്ഥന്മാരില്ല. സാർ ഞാൻ ചോദിക്കട്ടെ, ജില്ലാ മെഡിക്കൽ ഓഫീസർമാരില്ല, സമ്മതിച്ചു. 5 ജില്ലകളിൽ ഇപ്പോൾ DMOമാരില്ലെങ്കിലും ചാർജുള്ളവരുണ്ട്. എന്നുകൊണ്ടാണ് ആ പോസ്റ്റ് ഒഴിവായത്? കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, ഇടുക്കി, മലപ്പുറം ജില്ലകളിലൊക്കെ ചാർജ് ഓഫീസർമാർ ഞങ്ങൾ വന്നിട്ടാണ് സാർ കൊടുത്തത്. സാർ ഇതിൽ ഈ കാസർഗോഡ് മാത്രമല്ല, ഇതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടില്ല. ഇപ്പോഴാണ് DPC കൂടി ലിസ്റ്റ് തയ്യാറാക്കി സാർ. അത് ഇന്നോ നാളെയായിട്ട് ലിസ്റ്റ് പുറത്തിറക്കും. ഇത് DPC കൂടണേ സാർ, ഇതൊന്നും കൂടിയിട്ടില്ല. ഇത് മാത്രമല്ല, ഏറ്റവും രസകരമായൊരു കാര്യം, മുമ്പ് 4/6/2018 അന്ന് ശ്രീ അനൂപ് ജേക്കബിൻ്റെ ചോദ്യം ഉണ്ടായിരുന്നു. നിപ വൈറസ് ബാധ മൂലം ഈ വർഷം എത്ര പേർ മരണപ്പെട്ടു, എത്ര പേർ ഗുരുതരാവസ്ഥയിലാണെന്ന് അറിയാമോ? നിപ വൈറസ് ബാധ മൂലം ഈ വർഷം സംസ്ഥാനത്ത് 16 പേർ മരണപ്പെട്ടിട്ടുണ്ട്. 2 പേർ ചികിത്സയിലാണ്. എന്നിട്ടാണ് സാർ ഒരു രോഗി, വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗി കാരണം ഇവിടെ എല്ലാം നിപ വ്യാപിച്ചു എന്നുള്ള ദുഷ്പ്രചരണം ഇവിടെ നടത്തുന്നു സാർ. DMOമാരെ വയ്ക്കും. കാരണം ഇതൊക്കെ മുമ്പ് ചെയ്യണ്ടേ സാർ? അതിനകത്തുള്ള കാലത്ത് ഇതുപോലെ ഒന്ന് നോക്കിയോ? ഇതൊന്നും നോക്കാതെ എല്ലാം തുറന്നു വിട്ട് ഞങ്ങൾ വന്നപ്പോൾ അതിനെ കുടത്തുനിന്ന് പോയ ഭൂതത്തിനെ തിരിച്ചു കയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ എല്ലാം നശിച്ചു എന്നുള്ള പറയുന്നത്. അതല്ല സാർ. മാത്രമല്ല, സർക്കാരിനോട് കൂറില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ കസാല മാറ്റിയിരുത്താൻ മാത്രമേ ചെയ്യുള്ളൂ. അത് ഭാവിയിലും ഉണ്ടാവും. കാരണം സിസ്റ്റത്തിനോട് സഹകരിക്കണം സാർ. ഈ തകർന്നു കിടന്നൊരു സിസ്റ്റം, 10 വർഷമായിട്ട് തകർന്നു കിടന്ന സിസ്റ്റത്തിനെയാണ് ഞങ്ങൾ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ശക്തനായിട്ടൊരു മുഖ്യമന്ത്രി ഇവിടെയുണ്ട്. അദ്ദേഹത്തിനെ സഹായിക്കാൻ അത്ര ശക്തമൊന്നും അല്ലെങ്കിലും ആരോഗ്യമന്ത്രിയെ പോലത്തെ മന്ത്രിമാർ ഈ സംസ്ഥാനത്തുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സാർ, ഇത് അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഇപ്പോൾ നിലവിലില്ല. ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചട്ടം 50 അനുസരിച്ചുള്ള നോട്ടീസുള്ള അവതരണാനുമതി നിഷേധിക്കുന്നു. സാർ വളരെ ഗൗരവമായൊരു വിഷയത്തിൽ എങ്ങനെ അത്യന്തം ലാഘവത്തോടെ പ്രതികരിക്കാമെന്നതിൻ്റെ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ മറുപടി. അദ്ദേഹം തുടങ്ങിയത് തന്നെ ഒരു ഭീകരാന്തരീക്ഷവും നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം സമർത്ഥിക്കാൻ നോക്കിയ ഒരേ ഒരു പ്രശ്നം, നിപ ബാധിച്ചയാൾ
അതിൻ്റെ ഭാഗമായി മറ്റാരിലേക്കും രോഗം പടർന്നില്ല. അതൊരു നല്ല കാര്യം തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ ആ ഘട്ടത്തിൽ കാണിച്ചിട്ടുള്ള ചെയ്തികൾ നിപ്പയെ പോലുള്ള ഒരു രോഗം വന്നാൽ സ്വീകരിക്കേണ്ട ചെയ്തികളായിരുന്നു. അതാണ് ഗൗരവമായി പരിശോധിക്കേണ്ട വിഷയം. ഇവിടെ ആരും മരണപ്പെട്ടില്ല, നല്ല കാര്യമാണ്. നിപ്പ മാരകശേഷിയുള്ള ഒരു രോഗമാണ് എന്നത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അത്തരമൊരു രോഗത്തിനൊരാൾ ഇരയായാൽ, അതൊരാളായാൽ തന്നെ അടിയന്തരമായുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ നടപടികളിൽ വലിയ കാലതാമസമാണ് വന്നത്. സാധാരണഗതിയിൽ നിപ്പ വന്നത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ എരണം കെട്ടവർ ഇരിക്കുമ്പോൾ ആ രോഗം ഇങ്ങോട്ട് വന്നതാണ് എന്നാണ് അദ്ദേഹത്തിന് തോന്നിയിരുന്നത്. ഏതായാലും ആ എരണം കെട്ടവർ ചെയ്തൊരു കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഇവിടെ മരണപ്പെട്ടവരുടെ എണ്ണം ആ വർഷത്തത് അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചപ്പോൾ സർ അപ്പുറത്തുനിന്ന് കൈയടിക്കുന്നത് കേട്ടല്ലോ. അത് എണ്ണം കെട്ടവരായതുകൊണ്ടല്ല, ആ രോഗത്തിൻ്റെ മാരകമായ പ്രഹരശേഷിയാണത് കാണിക്കുന്നത്. അങ്ങനെ സംഭവിച്ചപ്പോൾ നാടാകെ പ്രതിരോധത്തിൻ്റെ ഭാഗമായി അണിനിരന്നിരുന്നു. തുടർന്ന് എല്ലാ ഘട്ടത്തിലും നാം സ്വീകരിച്ച പ്രതിരോധ നടപടികളുണ്ട്. ആ പ്രതിരോധ നടപടികൾ ഒരു ഘട്ടത്തിലും സർക്കാർ മാത്രമെന്ന നിലയിലായിരുന്നില്ല, എല്ലാവരും കൂടിയായിരുന്നു, എല്ലാവരും ചേർന്നുകൊണ്ടായിരുന്നു. എല്ലാവരെയും ഒന്നിച്ചണിനിരത്തൽ ഇതിലേറ്റവും പ്രധാനമാണ്. ആ തരത്തിൽ തന്നെയുള്ള ഇടപെടലുകൾ തുടർച്ചയായി നടന്നതാണ്. എപ്പോഴെല്ലാം നിപ്പ ബാധയുണ്ടായോ ആ ഘട്ടത്തിലെല്ലാം ആ തരത്തിലുള്ള പ്രതിരോധ നടപടികളുണ്ടായിട്ടുണ്ട്. സർ, അതിൽ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ആരോഗ്യരംഗത്തുള്ള വിദഗ്ധരും അതിനെ സഹായിക്കേണ്ട മറ്റ് ഉദ്യോഗസ്ഥരുമെല്ലാം ചെയ്യും. എന്നാൽ അതിനെല്ലാം ഒരു ജാഗ്രത കൂട്ടാൻ, ഏകോപനം ഉറപ്പിക്കാൻ സർക്കാർ എന്ന നിലക്ക് നിർവഹിക്കേണ്ട ബാധ്യതയുണ്ട്. ആ ബാധ്യത ഏറ്റവും കൂടുതൽ നിർവഹിക്കേണ്ടത് ഇതുപോലൊരു രോഗമാകുമ്പോൾ ആരോഗ്യമന്ത്രി തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം എപ്പോഴൊക്കെ നിപ്പ വന്നോ ആ ഘട്ടത്തിലെല്ലാം ആരോഗ്യമന്ത്രി തൊട്ടടുത്ത മണിക്കൂറാവില്ല, ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ലല്ലോ, ഇവിടുന്ന് അവിടെ എത്തേണ്ടി വരുമല്ലോ. എന്നാൽ ഇവിടുന്ന് എത്താനുള്ള ആ സമയം മാത്രം അവിടെ എത്തുകയും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏകോപനം നടത്തുകയും എല്ലാറ്റിനെയും ഏകോപിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, ഇവിടെ എത്ര ദിവസം എടുത്തു ബഹുമാനായ ആരോഗ്യമന്ത്രി ഈ പറയുന്ന നിപ്പ ബാധിച്ച കോഴിക്കോടെത്താൻ? എന്തിനാണ് അത്രയും ദിവസമെടുത്തത്? അദ്ദേഹം ഉണ്ട് എന്ന് പറയുന്നത് ആ സമയം സ്ഥിരീകരിച്ചിട്ടില്ല. നമുക്കറിയാലോ, അദ്ദേഹം കോഴിക്കോടുകാരനാണ്, ഇത് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം കോഴിക്കോട് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ ആ സമയം സ്ഥിരീകരിച്ചിട്ടില്ല.
സ്ഥിരീകരിച്ച സമയം അദ്ദേഹം ഇവിടെയാണ്. മറ്റെല്ലാം മാറ്റിവെച്ച് അവിടെ എത്തി കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് എല്ലാവരെയും ഏകോപിപ്പിക്കാൻ ശ്രമിക്കണ്ടേ? ആ ശ്രമം ഉണ്ടായോ? എന്തുകൊണ്ടാണ് ഇല്ലാതിരുന്നത്? അപ്പോൾ സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നത് നാം കാണുന്നു. ഇവിടെ അദ്ദേഹം പറയുകയുണ്ടായി, ഭരണം മാറിയത് അറിയാത്ത ഉദ്യോഗസ്ഥരുണ്ട്, അവരുടെ കസേര ഒന്ന് മാറുന്നു മാത്രമേ ഉള്ളൂ. സർ, അത് ഇപ്പോഴെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. സർ, കഴിഞ്ഞ മെയ് 18-നാണല്ലോ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സത്യപ്രതിജ്ഞ നടന്നത്. സർ, സാധാരണഗതിയിൽ അതിനുശേഷമല്ലേ ഗവൺമെൻറ് ചെയ്യാൻ കഴിയും. അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ അത് കൃത്യമായി ചെയ്തോ? അതാണ് പരിശോധിക്കേണ്ട കാര്യം. അദ്ദേഹം ആ കാര്യങ്ങൾ പറയുന്നതായി കണ്ടില്ല. സാധാരണ നിലക്ക് കാലവർഷത്തിന് മുൻപ് ചെയ്യേണ്ട പ്രതിരോധ പ്രവർത്തനമുണ്ട്. അദ്ദേഹം കാലവർഷത്തിന് മുൻപ് ചെയ്യേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കാലത്ത് അന്നിവിടെ അധികാരത്തിലുണ്ടായിരുന്ന LDF സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നതായിട്ട് കേട്ടു. സർ, അന്ന് എല്ലാവർക്കും അറിയാം, നാം എല്ലാവരും തെരഞ്ഞെടുപ്പ് രംഗത്തായിരുന്നു. ആ ഘട്ടത്തിൽ പെരുമാറ്റച്ചട്ടം ബാധകമായതുമാണ്. ഒരു ഉദ്യോഗസ്ഥരെയും വിളിച്ചുകൂട്ടാൻ അധികാരമില്ല. ഇവിടെ ആ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു മാസത്തിൻ്റെ കണക്ക് പറഞ്ഞല്ലോ, ഒരു മാസം പറഞ്ഞല്ലോ. ആ മാസത്തിൽ യോഗം നടന്നിട്ടില്ലേന്ന് നോക്ക്. ആ മാസത്തിൽ യോഗം നടന്നിട്ടുണ്ടാവും. പക്ഷേ അതിനുശേഷം പിന്നീടുള്ള മാസങ്ങൾ, മാർച്ച്, ഏപ്രിൽ, എന്താ അവസ്ഥ? ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ ഗവൺമെൻറ്റിന്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷമുള്ള തീയതി ഞാൻ പറഞ്ഞില്ല. മെയ് 18 അതിനുശേഷമുള്ളതാണ്. അതിനുശേഷം കാലവർഷത്തിന് മുൻപ് ചെയ്യേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി നേതൃത്വം കൊടുക്കാൻ ഗവൺമെൻറ് കഴിഞ്ഞോ? സർ, അദ്ദേഹം തന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ, ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഏകോപനത്തിലല്ലായിരുന്നു. നേരത്തെ ഞങ്ങളൊരു കൂട്ടുത്തരവാദിത്തത്തിൻ്റെ പ്രശ്നം ഉന്നയിച്ചതാണ്. എങ്ങനെയാണ് അങ്ങനെയൊരു നില ഉയർന്നു വരുന്നത്? ഞങ്ങളെ അനുഭവം ഇത്തരം കാര്യങ്ങളിലെല്ലാം എല്ലാ ഘട്ടത്തിലും തദ്ദേശ സ്വയംഭരണ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫലപ്രദമായി സഹകരിച്ചു എന്നുള്ളതാണ്. സർ, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടാകില്ലേ? അവിടെയൊന്നും രാഷ്ട്രീയം പ്രശ്നമായിട്ടില്ല. എല്ലാ കാലത്തും എല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ സഹകരിച്ചിട്ടുണ്ട്. എന്തേ ആരോഗ്യമന്ത്രിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ ഫലപ്രദമായ ഏകോപനത്തിനുണ്ടാകുന്നില്ല എന്ന് തോന്നാനിടയായത്? എവിടെയാണ് കുറവ്? അത് ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ നാട്ടിൽ പകർച്ചവ്യാധികൾ തടയുന്നതിന് വേണ്ടി ഫലപ്രദമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഫോഗിങ്ങും മറ്റും നടത്താറുണ്ടല്ലോ. എത്ര കണ്ട് നടന്നിപ്പോൾ? എത്ര കണ്ട് ഇടപെടലുണ്ടായി? ഇവിടെ ജനപ്രതിനിധികളുടെ സഹകരണം, സേവനം ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനമല്ലേ? അതുണ്ടായോ ഫലപ്രദമായിട്ട്? അത്തരം കാര്യങ്ങളിൽ മുൻകൈ എടുക്കേണ്ട ആരോഗ്യവകുപ്പ് കൃത്യമായ മുൻകൈ എടുത്തോ? ഇവിടെ പല കാര്യങ്ങളിലും വ്യത്യസ്തമായ പ്രതികരണം, അതിവിടെ പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. എങ്ങനെയാണ് വ്യത്യസ്ത പ്രതികരണം വരാനിടയാകുന്നത്? മന്ത്രി ഒരു കാര്യം പറയുന്നു, ഉദ്യോഗസ്ഥർ മറ്റൊരു കാര്യം പറയുന്നു.
അത് ആവർത്തിക്കുന്ന നിലയുണ്ടാകുന്നു. അതൊക്കെ നല്ല കാര്യങ്ങളാണോ? അങ്ങ് നേരത്തെ പറഞ്ഞ രീതിയിൽ ഭരണം മാറിയതറിയാത്ത ഉദ്യോഗസ്ഥരെയല്ല, പരക്കെ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റമല്ലേ? ഏത് ഘട്ടത്തിലാണ് ഇത് ചെയ്തത്? ഇവിടെ ഫലപ്രദമായി ആരോഗ്യവകുപ്പ് പ്രവർത്തിക്കേണ്ട ഘട്ടത്തിലാണ് ഈ പറയുന്ന ഇടപെടലുകൾ, സ്ഥലമാറ്റമുണ്ടാകുന്നത്. ആ സ്ഥലമാറ്റം പുറമേ നിന്നുള്ള പലതരത്തിലുള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ്. സർ, ഇവിടെ ആരോഗ്യവകുപ്പിൻ്റെ തലപ്പത്ത് തന്നെ കസേരക്കളിയല്ലേ നടന്നത്? കസേര തർക്കമല്ലേ നടന്നത്? ഇത്തരമൊരവസ്ഥ ഏതെങ്കിലും കാലത്ത് കേരളത്തിലുണ്ടായിട്ടുണ്ടോ? സർ, പരസ്പര വിശ്വാസത്തിലെടുക്കണം. ഗവൺമെൻറ് എന്ന് പറയുന്നത് മന്ത്രിമാർ മാത്രമുള്ള ഭരണമല്ല, ഉദ്യോഗസ്ഥർക്കും അതിൽ പങ്കുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുത്തു പോകാൻ കഴിയണം. ആ നില നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വന്നു ചേർന്നിട്ടുള്ളത്. സർ, ഇവിടെ മരുന്നിന് ക്ഷാമം ഉണ്ടാകുന്നു, ഡോക്ടർമാരുടെ സേവനം കൃത്യമായി ലഭിക്കാത്ത അവസ്ഥ വരുന്നു. അപ്പോഴാണല്ലോ ഒരു പ്രത്യേകത കണ്ടു. PSC റാങ്ക് ലിസ്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ അപ്പുറത്ത് കൈയടിക്കുന്നതായിട്ട് കണ്ടു. ആ കൈയടിയും ഈ കൈയടിയും രണ്ടാ. ഇത് PSC റാങ്ക് ലിസ്റ്റ് വന്നു, അവർക്ക് അഡ്വൈസ് മെമ്മോ കൊടുത്തു. 390 ആളുകളെ എവിടത്തേക്ക് നിയമിക്കണമെന്ന ഘട്ടം വരികയാണ്. അതാണ് തടഞ്ഞത്, നേരത്തെയുള്ള ലിസ്റ്റല്ല. ആ 390 പേരെ എന്തിനാണ് തടസ്സപ്പെടുത്തിയത്? എന്തിനാണ്? ഒരു മാസമായില്ലേ ഇതേവരെ നിയമനം നടന്നോ? എന്താണ് അതിൻ്റെ പിന്നിലുള്ള കളി? സാധാരണഗതിയിൽ ഇത്തരം കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ലല്ലോ, അത് അതിൻ്റേതായ വഴിക്ക് നടക്കുന്നതല്ലേ. എന്തിനാണ് കാലതാമസം? എന്താണ് പിന്നിലുള്ള നിക്ഷിപ്ത താല്പര്യം? അതല്ലേ പ്രശ്നം. 12 മിനിറ്റ് കഴിഞ്ഞോ? എത്ര സമയം കൂടെ വേണം? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പറയുന്ന കാര്യങ്ങൾ വേണ്ടത്ര അദ്ദേഹത്തിന് തന്നെ ഇതിനകം ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ടാകും. ഇത് ആവർത്തിക്കരുത്, ഗൗരവമായിട്ട് ഇടപെടേണ്ട ഘട്ടമാണ്. 4 ജില്ലകളിൽ 5 ജില്ലയാണ് അദ്ദേഹം പറഞ്ഞത്, ഇടുക്കി കൂടിയുണ്ട്. 5 ജില്ലയിൽ, മലബാറിലെ 4 ജില്ല ഇടുക്കിയും, 5 ജില്ലയിൽ DMO ഇല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന് കാലതാമസം ഉണ്ടാകരുത്. കാരണം DMOയുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ അവിടെ നീക്കേണ്ടത്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആയിക്കോട്ടെ അവിടെ തന്നെ ചെയ്യേണ്ട കാര്യം, DMOവിൻ്റെ കയ്യിലൊരു ഫണ്ട് വേണം ഈ ഘട്ടത്തിൽ. ആ പ്രത്യേക ഫണ്ട് നൽകുന്നതിന് പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇവിടെ ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലുള്ള കൂട്ടസ്ഥലമാറ്റം ഈ ഘട്ടത്തിൽ നല്ലതല്ല എന്നത് മനസ്സിലാക്കണം. താഴെത്തട്ടിലുള്ള പ്രവർത്തനമാകെ സ്തംഭിച്ചിരിക്കുകയാണ്, പൂർണ്ണ പരാജയമായി മാറിയിരിക്കുന്നു. അത്തരമൊരു ഘട്ടത്തിൽ ഇത് ചർച്ചയില്ല എന്ന നിലപാടെടുത്ത ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൗട്ട് ചെയ്യുകയാണ്. സാർ, വളരെ ഗൗരവപ്പെട്ടൊരു പ്രശ്നമാണ് പ്രതിപക്ഷം റൂൾ 58 ഇവിടെ അവതരിപ്പിച്ചത്. പക്ഷേ കുറഞ്ഞ നേരം കൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറഞ്ഞു എന്നുള്ളത് വേണമെങ്കിൽ സ്വാഗതാർഹമാണെങ്കിലും ഈ ഒരു ചർച്ച കേരളത്തിൻ്റെ നിയമസഭയിൽ കേരളത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അതിനകത്ത് കേരളത്തിനോട് വിശദീകരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഒന്നും കടക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളത് കടുത്ത പ്രതിഷേധാർഹമാണ്. സാർ, ഞങ്ങൾ ഒരു ഘട്ടത്തിലും ഇത്തരത്തിൽ രോഗം വന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ കുറ്റം കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുള്ള ശീലവും സാർ. ഇത്രയും ഗൗരവമായൊരു പ്രശ്നം വരുമ്പോൾ 10 വർഷക്കാലം കേരളത്തിലുണ്ടായ നിപ്പയിൽ മരിച്ചവരെത്ര, 35 ദിവസത്തിനുള്ളിൽ മരിച്ചവരെത്ര, അതിൽ കുറവേതാണ് കൂടുതലേതാണെന്ന് ചർച്ച ചെയ്യാനുള്ള നേരമാണോ സാർ ഇത്? യഥാർത്ഥത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ അപകടകരമായൊരു പ്രവണതയ്ക്ക് നാം കണ്ടുവരുന്നുണ്ട്. അതിനെ നേരിടാനുള്ള മാർഗം എന്താണെന്ന് സാർ? പ്രധാനമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൻ്റെ ജനസാന്ദ്രതയും പശ്ചിമഘട്ടം ഉൾപ്പെടെ പെടുന്ന സ്ഥലത്തെ കാലാവസ്ഥയുടെ വ്യതിയാനവും കൊണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള രോഗങ്ങളെല്ലാം ഫംഗസ്, വൈറസ്, ബാക്ടീരിയ തുടങ്ങിയവയുടെ പ്രവർത്തന ഫലമാണ് എന്നുള്ളത് കൊണ്ട് നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ അതിനെ എങ്ങനെ തടയാമെന്നുള്ള കാര്യത്തിലല്ലേ സാർ നമ്മൾ ഗൗരവമായി ഒരു പരിശോധന നടത്തേണ്ടത്? ആ പരിശോധനയുമായി ബന്ധപ്പെട്ട് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ
പ്രതിരോധ പ്രവർത്തനങ്ങൾ സമ്പൂർണ്ണമായി കേരളത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് സാർ യാഥാർത്ഥ്യം. നേരത്തെ പറഞ്ഞതുപോലെ ഫെബ്രുവരി മാസത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചീഫ് സെക്രട്ടറിയും വകുപ്പ് മേധാവികളും ഞങ്ങൾ മന്ത്രിമാരും പങ്കെടുത്തുകൊണ്ട് വളരെ വിശദമായ ചർച്ച നടത്തി ഈ ഘട്ടത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ആലോചിച്ചല്ലേ സാർ. ആ ആലോചന നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം രേഖകളിൽ അത് ബോധ്യപ്പെടേണ്ടതുണ്ട്. സാർ, ഇതിനെ നേരിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം നിതാന്ത ജാഗ്രതയോടെ ഈ ഘട്ടത്തിൽ ഇടപെടണം എന്നാണ് സാർ. സാർ, അങ്ങ് മനസ്സിലാക്കേണ്ടത് അങ്ങ് സംരക്ഷണം തരേണ്ടവരാണ് ഞങ്ങൾ എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ ജില്ലകളിൽ നടത്തുന്ന മഴക്കാല പൂർവ്വ രോഗങ്ങളെ നേരിടാനുള്ള അടിയന്തരമായ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ സാർ ഇത്തവണ MLA-മാരെ വിളിച്ചില്ലേ സാർ? എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാത്ത നടപടിയെടുക്കുന്നത്? ഞാൻ എൻ്റെ ജില്ലയിലെ ചുമതലക്കാരനായ മന്ത്രിയോട് പരാതി പറഞ്ഞു. ഞങ്ങൾ ഇടതുപക്ഷ MLA-മാർ മാത്രമല്ല, പ്രതിപക്ഷ MLA-മാർ മാത്രമല്ല, ഈ പ്രവർത്തനങ്ങളോട് സഹകരിക്കേണ്ട 102-ൽ മന്ത്രിമാർ കഴിച്ച പ്രവർത്തന രംഗത്ത് ഉള്ള ഭരണകക്ഷി MLA-മാർ കൂടിയില്ലേ സാർ? സാധാരണ 10 വർഷക്കാലം മാത്രമല്ല, ദീർഘമായൊരു കാലം, ഏറ്റവും കൂടുതൽ കാലത്ത് അനുഭവമുള്ള അങ്ങേക്കാണ്. ഏത് ഗവൺമെൻറ് വന്നാലും MLA-മാരെ വിളിച്ച് യോഗം ചേർന്ന് അവരുടെ കൂടി നേതൃത്വത്തിൽ ആ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ശ്രമിക്കില്ലേ സാർ? വളരെ ദയനീയമായി ആ യോഗം വിളിക്കാതെ പോയത്. സാർ, കേരളം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മോഡലുകളിലൊന്നല്ലേ സാർ കേരളത്തിൻ്റെ ആരോഗ്യമേഖല? ആ ആരോഗ്യമേഖലയിൽ ഇത്രയും ഗൗരവമായൊരു പ്രശ്നം വന്നാൽ ആരോഗ്യമന്ത്രിയല്ല, DHS മുതൽ പൊതു ആരോഗ്യ വിദഗ്ധൻ്റെ മേധാവി മുതൽ ശുചീകരണ തൊഴിലാളി വരെ ഒരു മനസ്സായി നിൽക്കണ്ടേ സാർ? ഇവിടെ പറഞ്ഞല്ലോ 25/5/2026 കേരള PSCയുടെ സെക്രട്ടറി ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിന് അയച്ച 2 പേജുള്ള ഉത്തരവിനെ കുറിച്ചാണല്ലോ, അഡ്വൈസ് മെമ്മോനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ഗൗരവമായൊരു പ്രശ്നമാണെന്ന് PSCക്ക് തന്നെ ബോധ്യപ്പെട്ട് PSC പറഞ്ഞിരിക്കുകയാണ് സാർ. വെരിഫിക്കേഷൻ പൂർത്തിയാകുന്നതിന് മുമ്പ് ആവശ്യമെങ്കിൽ ഈ ലിസ്റ്റിൽപ്പെട്ടവരെ താൽക്കാലികമായി നിയമിക്കാൻ DHSന് അനുവാദം കൊടുത്തുകൊണ്ടുള്ളൊരു ഉത്തരവാണ് സാർ. എങ്ങനെ ശരിയാവും? ഒരു മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും 2 DHS ഇരിക്കുകയാണ്. അധികാര തർക്കത്തിൻ്റെ പ്രശ്നമാണ്, മൂപ്പെളിമയെക്കുറിച്ചുള്ള ചർച്ചയാണ്. അതിനൊരു തീരുമാനം എടുക്കണ്ടേ സാർ ഗവൺമെൻറ്? കോടതി പറഞ്ഞത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? നിലവിലുള്ള DHSനെയാണോ ഞങ്ങൾ അംഗീകരിക്കുന്നത്, അതോ കോടതി വിധിയാണോ അംഗീകരിക്കുന്നത്? ഒരു മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും 2 DHSമാരിരുന്ന് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം അപമാനകരമായൊരു ചർച്ചയ്ക്ക് നേതൃത്വം നൽകുകയാണോ സാർ? നേരത്തെ അനുഭവങ്ങളില്ലേ സാർ? നേരത്തെ നമ്മളെല്ലാവരും ഒരുമിച്ച് കണ്ടതല്ലേ? 2 ഗവൺമെൻറ് മുമ്പ് ഇന്ത്യയിൽ ആദ്യത്തെ കോവിഡ് സ്ഥിരീകരിച്ചത് ഈ കേരളത്തിലല്ലേ സാർ? ചൈനയിലെ വുഹാനിലെ മെഡിക്കൽ വിദ്യാർത്ഥികളായ 3 പേർ ഈ കേരളത്തിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് സാർ കേരളത്തിന് അത് പിടികിട്ടിയത്? ചൈനയിലെ വുഹാനിൽ ഇതുണ്ട് എന്ന് കണ്ടപ്പോൾ തന്നെ കേരളത്തിൽ എല്ലാ എയർപോർട്ടുകളിലും പരിശോധന സജ്ജമാക്കി. അങ്ങനെ ഒന്നുണ്ട് എന്ന് കാണുമ്പോൾ അങ്ങുൾപ്പെടെ നമ്മളെല്ലാവരും ഈ നിയമസഭയിലാണ്. മണിക്കൂറുകൾക്കകം ആരോഗ്യവകുപ്പ് മന്ത്രിയും ജില്ലയിലെ 3 മന്ത്രിമാരും ആ സ്ഥലത്തെത്തി 2.5 മണിക്കൂർ നേരം യോഗം നടത്തി മെഡിക്കൽ കോളേജുകളെ സജ്ജമാക്കി. അതാണല്ലോ സാർ ജാഗ്രത. ആ ജാഗ്രതയിലേക്ക് പോകാതെ വളരെ വില കുറഞ്ഞ് രാഷ്ട്രീയപരമായി ഈ കാര്യത്തെ കാണുന്നതിൽ ഒരു പ്രയാസം ഗൗരവമായി ചർച്ച ചെയ്യണം എന്നുള്ളത് കൊണ്ടല്ലേ സാർ ഈ പ്രശ്നം ഞങ്ങൾ ഉന്നയിക്കുന്നത്? അങ്ങേ ഒരിക്കലും നിപ്പ രാജാവ് എന്ന് ഞങ്ങൾ വിളിക്കില്ല. നിപ്പ റാണി എന്ന് നേരത്തെ ഒരാൾ വിളിച്ചത് കൊണ്ട് അങ്ങാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയാൽ നിപ്പ രാജാവെന്നോ എരണം കെട്ട മന്ത്രി എന്നോ ഞങ്ങൾ വിളിക്കില്ല സാർ. കാരണം ഇത് രാഷ്ട്രീയമല്ല. ഈ രോഗം വരുന്നതിൻ്റെ കാരണമുണ്ട് സാർ. പണ്ട് കോവിഡ് വന്ന കാലത്ത് ഒരു കേന്ദ്രമന്ത്രി കിണ്ണത്തിൽ കൊട്ടിയാൽ കോവിഡ് പോകും എന്ന് പറഞ്ഞതുപോലെ മേശപ്പുറത്ത് കൊട്ടിയാൽ പോകാവുന്ന രോഗങ്ങളല്ല കേരളത്തിൻ്റെ മുമ്പിലുള്ളത് എന്നുള്ളത് കൊണ്ട് ഇത് ഗൗരവമായി ചർച്ച ചെയ്യണം സാർ. മിനിറ്റിൻ്റെ കണക്ക് വെച്ച് നോക്കിയിട്ട് കാര്യമില്ല. എല്ലാ ജില്ലകളെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ഇത് ഗൗരവമായി ചർച്ച ചെയ്യാത്ത വളരെ സിമ്പിളായി ഈ രോഗത്തെ പ്രതിരോധിക്കാൻ കേരളം ഒരുമിച്ച് ഒരു മനസ്സായി നിൽക്കേണ്ട സംഭവത്തെ അത്തരത്തിൽ നിന്ന് ലളിതമായി കാണുന്ന ഈ ഗവൺമെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൗട്ട് ചെയ്യുകയാണ് സാർ. ഓർഡർ. മന്ത്രിയല്ലേ റെസ്യൂം ചെയ്യും. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മളിവിടെ തുടരുന്ന ഒരു പ്രസിഡന്റ് കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കം പറയുന്നത് റൂൾ 50 അവതരിപ്പിക്കുന്ന ആൾക്ക് 10 മിനിറ്റാണ് കൊടുക്കാറുള്ളത്. സ്പീക്കറുടെ ചെയറിന് അത് 1-2 മിനിറ്റ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചിലപ്പോൾ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ പറയും 10 മിനിറ്റാണ്. സാർ ഇന്ന് കൊടുത്തത് ഏതാണ്ട് 15 മിനിറ്റാണ്. 15 മിനിറ്റ് സാർ, 15 മിനിറ്റ്. മറ്റൊരു കാര്യം
സർ, വോക്കൗട്ട് പ്രസംഗം രണ്ടാമത്തെ കക്ഷി ഇവിടെ പ്രസംഗിച്ച ഏതാണ്ട് 7 മിനിറ്റ് മെൻഷനാണ്. ജസ്റ്റ് ലൈൻ പറഞ്ഞു പോകാതെ പാടുള്ളൂ. പക്ഷേ 7 മിനിറ്റ് എടുത്ത്. സർ, ഇത്തരം കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കരുതാണ് അങ്ങോട്ട് എനിക്ക് സർ അഭ്യർത്ഥിക്കാനും. സാർ, അതിലെ ബഹുമാനപ്പെട്ട എൻ്റെ മന്ത്രി മറുപടിയിൽ ആദ്യം ഞാൻ പറഞ്ഞത് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇതിനെ നേരിടുന്നതാണ് പറഞ്ഞത്. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കൗട്ട് പ്രസംഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ ഞാൻ കുറ്റപ്പെടുത്തി എന്നുള്ള രീതിയിൽ പറഞ്ഞത് ശരിയല്ല. അത് അങ്ങ് രേഖയിൽ നിന്ന് നീക്കം അത് പരിശോധിക്കും. ചെയ്യണം. വിവിധ വകുപ്പുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ രോഗവ്യാപനത്തിനെ പ്രതിരോധിക്കും എന്നാണ് പറഞ്ഞത്. അത് അങ്ങൊന്ന് ശ്രദ്ധിക്കണം. അത് പരിശോധിക്കുക. യഥാർത്ഥത്തിലുള്ള പൊസിഷൻ മാത്രമേ രേഖയിലുണ്ടാവുകയുള്ളൂ. ബഹുമാനപ്പെട്ട പാർലമെൻ്ററി അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞ കാര്യം ഞാൻ നോക്കാം. പക്ഷേ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനിതിൻ്റെ ഇവിടെ ഇരുന്ന് നോക്കി കണ്ടിട്ടുള്ള ഓർമ്മ വെച്ചാണ് ഞാൻ പറയുന്നത്. എന്നാൽ രേഖ പരിശോധിക്കാം. ആ ഓർമ്മയ്ക്കകത്ത് 12 മിനിറ്റിനപ്പുറത്തേക്ക് 12 13 മിനിറ്റ് ആയിട്ടുണ്ടാകാം. അതാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചാൽ അങ്ങേക്ക് എത്ര സമയം കൂടി വേണമെന്ന്. അദ്ദേഹം വളരെ ഉദാരമതിയായിട്ട് അത് സമയം തീർക്കുകയാണെന്ന് പറഞ്ഞു. 5 മിനിറ്റാണ് നമ്മളുടെ ശ്രീ രാജൻ സംസാരിച്ചത്. 5 മിനിറ്റിനേക്കാൾ ചിലപ്പോൾ ഒരു മിനിറ്റ് അങ്ങോട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും രേഖ പരിശോധിക്കാം. അങ്ങ് പറഞ്ഞ ഒരു അഭിപ്രായം അനുസരിച്ച് നമുക്കെല്ലാവരും കൂടി ആലോചിച്ച് ഒരു പൊതുധാരണയുണ്ടാക്കി ഇതിൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കുന്നതിൽ ചെയറിന് ഒരു വിരോധവും ഇല്ല എന്നങ്ങേ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്.